പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരുപാട് സൃഷ്ടിജാലങ്ങളുണ്ട്. അല്ലാഹുവിന് സൃഷ്ടി വൈഭവങ്ങളുണ്ട്. ഈ കാണുന്ന പ്രപഞ്ചമകലവും അല്ലാഹുവിന്റെ സൃഷ്ടിപ്പല്ലയോ? അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ ഏകനാണെന്ന, അല്ലാഹു ഒരുവനാണെന്ന് അറിയിക്കുന്ന തെളിവുകളല്ലയോ ഈ കാണുന്ന പ്രപഞ്ചമകലവും? ഈ ലോകത്തുള്ള ഏതൊരു സൃഷ്ടിജാലത്തെ എടുത്തൊന്ന് സൂക്ഷ്മ നിരീക്ഷണ ഗവേഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയാലും അതിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയുന്നതാണ്. പ്രിയമുള്ളവരെ, ഈ കാണുന്ന പ്രപഞ്ചമകലവും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. ഈ കാണുന്ന മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചവനല്ലയോ അല്ലാഹു? ഈ ഭൂമിയും ആകാശവും ഈ കാണുന്ന സർവ്വതും സൃഷ്ടിച്ചതാർക്കു വേണ്ടിയാണ്? ഈ ഭൂമിയിലുള്ള സർവ്വ വസ്തുക്കളും സൃഷ്ടിച്ചത് നിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ കാണുന്ന സർവ്വ വസ്തുക്കളും അല്ലാഹു പടച്ചത് നമുക്ക് വേണ്ടിയാണ്. പാതിരാവിൽ വാനലോകത്ത് മിന്നിത്തിളങ്ങുന്ന താരാപഥങ്ങളെയും വട്ടമിട്ട് നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെയും അല്ലാഹു സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ്. ആകാശസീമയിൽ കത്തിയെരിയുന്ന സൂര്യനെ സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ്. അമ്പരചുംബികളായ പർവ്വതങ്ങളെ സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ്. അലതല്ലുന്ന സമുദ്രത്തെ അല്ലാഹു പടച്ചത് നമുക്ക് വേണ്ടിയാണ്. എന്തിനെന്നറിയോ? ഏകനായ ഇവകളുടെ സൃഷ്ടാവാകുന്ന, നമ്മുടെ സൃഷ്ടാവാകുന്ന അല്ലാഹുവിനെ കുറിച്ചറിയാൻ, അല്ലാഹുവിനെ കടിക്കാൻ, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു മുഴുവനും സൃഷ്ടിച്ചത്. നമ്മൾ അല്ലാഹുവിന് നന്ദികേട് കാണിക്കുന്നവരല്ലേ? അല്ലാഹു എത്ര അനുഗ്രഹങ്ങൾ തന്നാലും അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ മതിമറന്നുകൊണ്ട് അല്ലാഹുവിന് നന്ദികേട് കാണിക്കുന്നവരല്ലേ നമ്മള്? നമുക്കൊരു പ്രയാസം വരട്ടെ, നമുക്കൊരു ദുഃഖം വരട്ടെ, നമസ്കാരമില്ലാത്തവര് നിസ്കാരം തുടങ്ങുകയാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യാത്തവര് അല്ലാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്യുകയാണ്. ആ പ്രയാസം മാറട്ടെ, ആ ബുദ്ധിമുട്ടങ്ങ് മാറട്ടെ. നിസ്കാരവുമില്ല, ദുആയുമില്ല. അങ്ങനെയല്ലേ നമ്മുടെ അവസ്ഥ? മാറണം, നമ്മൾ മാറണം. ഒരുപാട് നമ്മൾ മാറേണ്ടതുണ്ട്. അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കേണ്ടതുണ്ട്.